സണ്ണിക്കുട്ടി എബ്രഹാം 2004-2014 കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗിനെ കാണാൻ വൈ.എസ്. രാജശേഖര റെഡ്ഡി പോകുമ്പോൾ ഐ ആം ഹിയർ ബിക്കോസ് ഓഫ് യു എന്ന നിലപാടാണ് സാധാരണഗതിയിൽ മൻമോഹൻ സിംഗ് വൈ എസ് ആറിനോട് എടുക്കുക. ആ നിലയിലുള്ളൊരു സ്നേഹബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. കാരണം വൈ.എസ്. രാജശേഖർ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം ഒരു റീജിയണൽ സത്രപ്പ് എന്ന് വിളിച്ചാൽ പോരാ, അതിനപ്പുറമായിരുന്നു. കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായി അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശിനെ നിലനിർത്തുന്നതിൽ വൈ.എസ്. രാജശേഖർ റെഡ്ഡിയുടെ റോള് പ്രധാനപ്പെട്ടതായിരുന്നു. പിന്നീട് ആന്ധ്ര വിഭജനം എന്നുള്ള ചോദ്യം ഉയർന്നു വന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആന്ധ്ര വിഭജനത്തിനോടൊപ്പം നിൽക്കേണ്ടി വന്നു KCRനെ വിശ്വസിച്ചുകൊണ്ട്. പക്ഷേ തെലങ്കാനയിൽ പോലും ഭരണമുണ്ടായില്ല. പിന്നീട് ഇപ്പോൾ 2023 തെലങ്കാന കൂടി പിടിച്ചെടുത്തിരിക്കുന്നു. ഇനി ആന്ധ്രയിലേക്ക് കൂടി ഈ മാറ്റത്തിൻ്റെ കാറ്റ് എത്തിക്കാൻ കഴിയുമെന്നുള്ള കോൺഗ്രസിൻ്റെ പ്രതീക്ഷ, ആഗ്രഹം, അത് എത്ര കണ്ട് സഫലമാകുമെന്നാണ് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം അങ്ങ് കരുതുന്നത്? നികേഷ്, താങ്കൾ വൈ.എസ്.ആർ. റെഡ്ഡി ആരായിരുന്നു, ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് പാർട്ടിയിൽ ആരായിരുന്നു, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് താങ്കൾ പറയുകയുണ്ടായി. വളരെ ശരിയാണ്. ഒരു റീജിയണൽ സത്രപ്പ് എന്ന് പറയാവുന്ന ഒരു റോളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പിന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിന് പോയ രംഗം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇതുപോലൊരു ആൾക്കൂട്ടം, ആളുകളുടെ പൊട്ടിക്കരച്ചിൽ, തേങ്ങിക്കരച്ചിൽ, ധാരാളം ആളുകൾ ആത്മഹത്യ ചെയ്തു. അതിനെ തുടർന്ന് അങ്ങനെ ആന്ധ്രയുടെ ഒരു വലിയ വികാരമായി മാറിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലാണ് പിന്നീട് മകൻ ജഗൻമോഹൻ റെഡ്ഡി, അമ്മ വിജയമ്മയും ചേർന്ന്, സഹോദരിയും ചേർന്ന്, ഇവർ 3 പേരും ചേർന്നാണ് ഈ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നത്. ആ പാർട്ടിയുടെ പേര് നമ്മൾ പെട്ടെന്ന് വൈ.എസ്.ആർ. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ വൈ.എസ്.ആറിൻ്റെ പേരിലുള്ള പാർട്ടിയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അത് എന്താ പറയുക, പിന്നെ യുവജന ശ്രമിക് റൈത്ത, അതായത് ചെറുപ്പക്കാരുടെ, തൊഴിലാളികളുടെ, കർഷകരുടെ പാർട്ടി എന്ന പേരാണ്. പക്ഷേ അത് വൈ.എസ്.ആറിൻ്റെ ലെഗസിയാണ് ആ പാർട്ടി പേർന്നത്. അപ്പോൾ ആ വൈ.എസ്.ആറിൻ്റെ ലെഗസി എങ്ങനെ കോൺഗ്രസിന് അനുകൂലമാക്കാൻ പിന്നെ ഷർമിളയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും കോൺഗ്രസിൻ്റെ അവിടുത്തെ ഭാവി എന്ന് നമുക്ക് യാതൊരു സംശയമില്ലാതെ പറയാം. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ 1.17% കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിൽ കിട്ടിയ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 1.17%. നമുക്കറിയാം, അതാണ് അവിടുത്തെ പാർട്ടി. പക്ഷേ അടിത്തട്ടിൽ പാർട്ടി ഉണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ചില അനുകൂല ഘടകങ്ങൾ കണ്ടതുകൊണ്ടാണ് കോൺഗ്രസ് ഷർമിളയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ AICC ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകുമെന്ന് പറയുന്നു. കർണാടകയിൽ നിന്ന് രാജ്യസഭയിലേക്ക് അവരെ അയച്ചേക്കാം എന്നൊക്കെ പറയുന്നു. വളരെ ആലോചിച്ച് അവരെ തെലങ്കാനയിൽ കോൺഗ്രസ്സിൽ സഹകരിക്കാനാണ് അവരാഗ്രഹിച്ചത്. പക്ഷേ അവർ ആന്ധ്രയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അത് വളരെ ഒരു ദീർഘകാല ഒരു പദ്ധതി അതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരു കാര്യം പിന്നെ നികേഷ് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതായത് ജഗൻമോഹൻ കോൺഗ്രസ് പിന്നെ വൈ.എസ്.ആർ. കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുന്നു, അതിൻ്റെ പ്രസിഡൻ്റ് ആവുന്നു, ചെയർമാൻ അമ്മയായിരുന്നു, വിജയമ്മയായിരുന്നു. പക്ഷേ അന്നൊക്കെ ആ തുടക്ക കാലത്തൊക്കെ ഈ പാർട്ടിയെ വലിയ വിജയങ്ങളിലേക്ക് നയിച്ചത് ഷർമിളയുടെയും കൂടെ നേതൃപാടവമായിരുന്നു. ജഗൻമോഹൻ റെഡ്ഡി 2012 അറസ്റ്റിലായപ്പോൾ അവരെ സംസ്ഥാനത്തുടനീളം വലിയ തോതിൽ പദയാത്ര, നമുക്കറിയാം അത് വൈ.എസ്.ആറിൻ്റെ ഒരു തന്ത്രമായിരുന്നു, ജനങ്ങളുടെ ഇടയിലേക്ക് പദയാത്രയായി ചെന്ന് കാണുക. ഓർമ്മയുണ്ടല്ലോ നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച യാത്ര, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടന്ന് ജനങ്ങളെ കണ്ട് വൈ.എസ്.ആർ. കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ജഗനേക്കാൾ കൂടുതൽ വേർത്തത് ഷർമിളയായിരുന്നു. പക്ഷേ ഷർമിളയെ ഭരണ പങ്കാളിയാക്കാൻ തയ്യാറായിരുന്നില്ല. നോക്കൂ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എഴുതിയിട്ടുള്ള ആളെന്നുള്ള നിലയിൽ എനിക്ക് അക്കാര്യത്തിലൊരു വിശകലനത്തിലേക്ക് താങ്കൾ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, വൈ.എസ്.ആർ. എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്നു ആ കാലഘട്ടത്തിൽ. കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിൽ 2004 അധികാരത്തിൽ വരുന്നതുവരെ കോൺഗ്രസിനെ പാലൂട്ടി വളർത്തിയത് വൈ.എസ്.ആർ. ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിൻ്റെ ഒക്കെ തന്നെ ഒരു ഖജാൻജി, ഒരു ഡിഫാക്റ്റോ ഖജാൻജിയെ പോലെ പ്രവർത്തിച്ചിട്ടുള്ളത് വൈ.എസ്.ആർ. ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വൈ.എസ്.ആറിൻ്റെ മരണത്തോടു കൂടി
ആ കുടുംബത്തെ യഥാർത്ഥത്തിൽ നെഹ്റു ഗാന്ധി കുടുംബം അനാഥമാക്കി കളഞ്ഞു. എന്ന് വെച്ചാൽ വിജയമ്മയും ജഗനും ഡൽഹിയിൽ വന്ന് സോണിയാഗാന്ധിയോട് അപ്പോയിൻമെൻറ്റ് ചോദിച്ച് ദിവസങ്ങൾ കാത്തു നിൽക്കുന്നു, അപ്പോയിൻമെൻറ്റ് നൽകാത്ത സ്ഥിതി ഉണ്ടാകുന്നു. അങ്ങനെ ഏതാണ്ട് പിന്നെ മാത്രമല്ല താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ YSRന്റെ മരണത്തെ തുടർന്ന് ഒരു ഞെട്ടലിൽ മരിച്ച ആളുകളുണ്ട്, ആത്മഹത്യ ആളുകളുണ്ട്. അവർക്കൊക്കെ സമാധാനം നൽകുന്നതിന് വേണ്ടി ജഗൻ ഒരു യാത്ര നടത്തുന്നു. ആ യാത്രയുമായി സഹകരിക്കുന്നില്ല. ഒരു ജഗൻ വിരുദ്ധത അവിടെ ആന്ധ്ര കോൺഗ്രസിലുണ്ടായിരുന്നു. മാത്രമല്ല വിജയമ്മയ്ക്കും ജഗനും ഒരു ഓഡിയൻസ് നൽകാൻ സോണിയാഗാന്ധി അനുവദിച്ചില്ല. അപ്പോൾ YSRന്റെ കുടുംബത്തെ ഒറ്റപ്പെടുത്തി, അവരെ YSRന്റെ മരണത്തെ തുടർന്ന് അകറ്റി നിർത്തി എന്നുള്ള നെഹ്റു ഗാന്ധി കുടുംബത്തിനെതിരായിട്ടുള്ള ആരോപണമുണ്ടല്ലോ. പക്ഷേ ഇപ്പോഴോ വിജയമ്മ കോൺഗ്രസിലേക്ക് വരുന്നു. അല്ലെങ്കിൽ ഈ YSR തെലങ്കാന പാർട്ടിയുടെ ഭാഗമാണ് വിജയമ്മ. ആ തെലങ്കാന പാർട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ലയിച്ചിട്ടുള്ളത്. അതോടുകൂടി വിജയമ്മ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു, ശർമ്മിള കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു ആരോപണം കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് നെഹ്റു ഗാന്ധി കുടുംബത്തിന് മേലെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഈ ഒരു ലയനത്തിലൂടെ ഒഴിവാക്കിയെടുക്കാൻ കഴിയുന്നത്? അതെന്ത് റിസൾട്ടാണ് ഉണ്ടാക്കുക ആന്ധ്രയിൽ? ഞാൻ നികേഷ് അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്. 2012 ജഗൻ അറസ്റ്റിലായ സമയത്ത് 18 മണ്ഡലങ്ങളിൽ, നിയോജക മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിലും നെല്ലൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് 17 MLA രാജിവെച്ചതിനെ തുടർന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 15ഇടത്തും പുതിയ പാർട്ടിയെ, അതായത് ജഗൻമോഹൻ്റെ പാർട്ടിയെ വിജയിപ്പിച്ചുകൊണ്ട് പിന്നെ അപ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ശർമ്മിളയാണ് പുറത്തു നിന്ന് പ്രവർത്തിച്ച് ഈ പാർട്ടിയെ വിജയിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം താങ്കൾ പറഞ്ഞു, എങ്ങനെ നെഹ്റു ഗാന്ധി കുടുംബം ഈ കുടുംബത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളത്. അതിനൊരു അല്പം കൂടെ ഒരു മുൻകാല ചരിത്രമുണ്ട് നികേഷ്. അതായത് ജഗൻമോഹൻ റെഡ്ഡി മരിച്ചതിന് ശേഷം ധാരാളം പേര് ഷോക്കിൽ മരിച്ചു, ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ മരിച്ച ആളുകളുടെ വീടുകളിലേക്കൊരു കണ്ടോളൻസ് യാത്ര, ഓതർപ്പ് യാത്ര എന്ന പേരിൽ ഇദ്ദേഹം ചില കാൽനട ജാഥകൾ നടത്തിയിരുന്നു. അപ്പോൾ അതിനോട് കോൺഗ്രസ് പാർട്ടി പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല, അത് അവസാനിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ അത് ജഗൻമോഹൻ റെഡ്ഡി അതിന് തയ്യാറായില്ല. അതിനകത്ത് ശർമ്മിളയും അത്തരം കാൽനട ജാഥകളിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെയാണ് പാർട്ടിയുമായിട്ടുള്ള വലിയ അകൽച്ചയുണ്ടാകുന്നത്. പിന്നീട് അദ്ദേഹം വലിയ അഴിമതി കേസുകൾ കൊടുക്കുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഡൽഹിയിൽ സോണിയാഗാന്ധിയെയും മറ്റും കാണാൻ ആഴ്ചകളോളം കാത്തിരുന്നിട്ടും അവർക്ക് കാണാൻ സാധിച്ചില്ല. അതിനെ തുടർന്നാണ് അവർ പാർട്ടിക്ക് പുറത്തു വന്ന് വിജയമ്മ ചെയർമാനും ഇദ്ദേഹം പ്രസിഡൻറ്റുമായിട്ടുള്ള പാർട്ടി ഉണ്ടാകുന്നു. അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ YSRൻ്റെ ആന്ധ്രയിലെ കോൺഗ്രസ് മുഴുവൻ, അതായത് കോൺഗ്രസ് മുഴുവൻ YSRൻ്റെ കൂടെ ആയിരുന്നു എന്ന് ആ പാർട്ടി വന്നു അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ തെളിയിച്ചു. മുഴുവൻ കോൺഗ്രസ് പാർട്ടിയും ആട്ടപ്പടലം ജഗൻമോഹൻ്റെ YSR കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേർന്നു. അതിനുശേഷം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2.something ആണ് കോൺഗ്രസിന് കിട്ടിയ പെർസെൻറ്റേജ്. അതിനുശേഷം 2019 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1.17. അതാണ് അവിടുത്തെ സ്ഥിതി. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വിജയമ്മ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഞാൻ വായിച്ചു മനസ്സിലാക്കിയ ഒരു കാര്യം, YSRൻ്റെ സഹോദരൻ വിവേകാനന്ദ റെഡ്ഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ജഗൻമോഹൻ റെഡ്ഡി എടുത്ത ചില നിലപാടുകൾ അവിടെ വലിയൊരു വിവാദ വിഷയമായിരുന്നു. ജഗൻമോഹൻ്റെ ഒരു കസിൻ അവിനാഷ് റെഡ്ഡി അതിന് അക്യൂസ്ഡ് ആയിരുന്നു, പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. അയാൾക്ക് സീറ്റ് കൊടുത്തു, പിന്നെ പാർലമെൻറ്റിലേക്ക് ലോക്സഭാംഗമാക്കി. അതിനെതിരായിട്ടൊരു വലിയ പ്രതിഷേധമുണ്ട്. വിജയമ്മയൊക്കെ ആ കാര്യത്തിൽ ജഗൻമോഹനോട് ഒരു എതിരഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ വിജയമ്മയുടെ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമുണ്ടായി. Debate with MV Nikesh Kumar.